മണിക്കുട്ടൻ പോയ ശേഷമുള്ള ആദ്യത്തെ വീക്ക്ലി ടാസ്ക്. ഒരു സ്ട്രോങ് പ്ലെയർ ഒരു മാസത്തിന് മുന്നേ വീട്ടിൽ നിന്ന് പോയാൽ ബാക്കിയുള്ളവർ എങ്ങനെയായിരിക്കും കളിക്കുന്നത്, അവരുടെ തന്ത്രങ്ങൾ, അവരുടെ ഗെയിം അവരെങ്ങനെ മാറ്റി. സൂര്യയുടെ പുതിയ സൂര്യനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പിന്നെ പലവരും പല പല കളികൾ. നാളെ ഈ കോയിൻ ടാസ്കിൽ ഒരു വ്യത്യസ്തപ്പെട്ട ഒരു റൗണ്ട്, അവസാനത്തെ റൗണ്ടിൽ ഗോൾഡൻ കോയിൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ പോലത്തെ ആര്യയ്ക്ക് കിട്ടിയ ആ ഗോൾഡൻ കോയിൻ്റെ പവർ എന്തായിരിക്കും? അത് മിക്കവാറും ആ പവർ സെമി ഫിനാലെ അല്ലെങ്കിൽ ഫിനാലയിലേക്കുള്ള ടിക്കറ്റ് ആയിരിക്കുമോ? അതോ ജസ്റ്റ് അടുത്ത ആഴ്ചത്തേക്ക് സേവ് ചെയ്യാനുള്ള ടിക്കറ്റ് ആയിരിക്കുമോ? അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാ പേജിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം. മണിക്കൂട്ടൻ എന്തായാലും തിരിച്ചു വരും. ഇന്നോ നാളെയോ അല്ല, മിക്കവാറും വീക്കെൻഡിലായിരിക്കും വരാൻ പോകുന്നത്, അത് ഉറപ്പായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചോദിക്കേണ്ട നിങ്ങളെല്ലാവരും. 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ വീക്കെൻഡിലായിരിക്കും തിരിച്ചു വരാൻ പോകുന്നത്. ലാലേട്ടനായിരിക്കും മിക്കവാറും അകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ ഇതിനകത്ത് മണിക്കുട്ടൻ പോയ ശേഷമുള്ള കളികൾ മാറി, ഭയങ്കരമായി മാറി. ചിലവരുടെ കോൺഫിഡൻസ് ഒക്കെ 100% മുന്നിലേക്ക് വന്നു എല്ലാവരും. കാര്യം ഒരു സ്ട്രോങ് പ്ലെയറാണ് ഔട്ടായത്. അത് മാത്രമല്ല, അഥവാ തിരിച്ചു വന്നാലും അതിനു മുന്നേ, മണിക്കുട്ടൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കണം. സൂര്യ പുതിയ ഗെയിമിലേക്ക് തന്നെ ഇറങ്ങി ചാടിയിരിക്കുകയാണ്. ഇപ്പൊ മണിക്കുട്ടനൊന്നും വേണ്ട, അവിടെ ഒരു പാവയുണ്ട്. ആ പാവയ്ക്ക് മണിക്കുട്ടൻ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അത് മാത്രമല്ല, വളരെ മോശമായിട്ട് ഇന്ന് ആ ഒരു പാവേനെ ചിത്രീകരിച്ചു. അത് ഒരു കണ്ടസ്റ്റൻ്റാണ്. ഒരു കണ്ടസ്റ്റൻ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്, പുറത്ത് പോയ ഒരു കണ്ടസ്റ്റൻ്റാണ്. അവരുടെ പേര് പോലും പറയേണ്ട, മോശമായി പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് കാര്യം, ഒരു കണ്ടസ്റ്റൻ്റ് പുറത്തു പോകുന്നത് അവരെ ചിലപ്പം അവർ സ്വന്തമായിട്ട് മണിക്കൂട്ടനെ പോലെ പോയിട്ടുണ്ടാവാം, അല്ലാതെ പ്രേക്ഷകർ ഔട്ടാക്കുന്നുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അത് സൂര്യ ചെയ്തത്, എനിക്ക് സൂര്യ, അഡോണി എല്ലാവരും ഉണ്ടായിരുന്നു. അഡോണി അത് ചെയ്തപ്പോഴും സൂര്യ തടുക്കണമായിരുന്നു. അത്രമാത്രം ഇഷ്ടമുള്ള ഒരാളായിരുന്നെങ്കിൽ നമ്മൾ തടുക്കണം. അയ്യോ പ്ലീസ് ഇടപെരുത്, ഇത് പേഴ്സണൽ കാര്യമാണ്, അഡോണി ഒന്ന് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷേ അഡോണി അത് എടുത്തുകൊണ്ട് പോയി വളരെ മോശമായിട്ട് ജിം ഏരിയയിൽ കൊണ്ടുപോയി മണിക്കുട്ട എന്നൊക്കെ പറഞ്ഞ് കളിച്ചു, അതിനെ എറിഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്തു. അവിടെ ഇരിക്കുന്ന ഒരാൾ പോലും അതിന് അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞില്ല. അതിന് വരെ കിടിലൻ പറഞ്ഞത്, ഓ നാളെ ഞാൻ പോകുമ്പോഴും എൻ്റെ പേരെടുത്തിടും അല്ലേ, എന്നെ ഇങ്ങനെ ആക്കുമോടെ എന്ന് ചോദിച്ചുള്ളൂ. കിടിലൻ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒന്നും പറഞ്ഞില്ല. കാര്യം എവളെ എക്സ്പോസ് ആവുന്നെങ്കിൽ അങ്ങ് എക്സ്പോസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ, നെഗറ്റീവ് ആകുന്നെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും മിണ്ടാതിരുന്നു. രമ്യ, താങ്ക് യു രമ്യ. കാര്യം രമ്യ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ സൂര്യയോട് ഇത് പറയാതിരിക്കാം. ഇങ്ങനെ 2-3 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്ത് ആൾക്കാർ ഇനിയും ഒരുപാട് നെഗറ്റീവായി പോകും ആൾക്കാരുടെ മുന്നിൽ. സോ രമ്യ അത് പറയുകയും അത് നിർത്തുകയും ചെയ്തു. അത് വളരെ മോശമാണ്. പോയ ഒരു കണ്ടസ്റ്റന്റിനെ ഒരിക്കലും ഒരു പാവയാക്കരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം അതിന് മുന്നേ വരെ ആ പാവയുടെ പേര് വേറെയായിരുന്നു. അപ്പം പിന്നെയും മണിക്കൂട്ടനെ ഇതിലേക്ക് വലിച്ചടക്കേണ്ട ആവശ്യമില്ല. അത് വളരെ നന്നായി സൂര്യ, അഡോണിയും ബാക്കിയുള്ളവരും ചെയ്തത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ആ കളിയിൽ, കോയിൻ ടാസ്കിൽ, വീക്ക്ലി ടാസ്കിൽ ആൾക്കാരുടെ കോൺഫിഡൻസ്, ആരുടെയൊക്കെ കോൺഫിഡൻസ് വർദ്ധിച്ചു, ആരൊക്കെ ഓവർ കോൺഫിഡൻ്റ് ആയി. ഞാൻ പറയാം, അനൂപ് നല്ലതായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ടാസ്കിൽ. അനൂപ് എല്ലാ ടാസ്കും നന്നായിട്ട് ചെയ്യും, പക്ഷേ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വേണ്ടി ടാസ്കിൽ നന്നായിട്ട് ഒരു കോൺഫിഡൻസ് ആയിട്ടാ ഇനി ആരുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നു. അഡോണി നല്ല രീതിയിൽ ടാസ്ക് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ 3 പേരും ടോപ്പ് 3 വന്നു ഈ ടാസ്കിൽ. റംസാൻ എപ്പോഴും നന്നായിട്ട് കളിക്കുന്ന ആളാണ്. അതിൻ്റെ ഇടയിൽ സൂര്യ വളരെ ആക്റ്റീവായിട്ടാണ് കണ്ടത്. ഒരു വിഷമവും ഇല്ല, ഒന്നുമില്ല. ആകെ കൂടെ ഇന്ന് മണിക്കുട്ടൻ്റെ പേര് പറഞ്ഞത് രമ്യയും ഋതുവും മാത്രമാണ്. പിന്നെ ഡിംബലും ഇടയ്ക്ക് എങ്ങാനും പറഞ്ഞിട്ടുണ്ട്. അത്രയും പേരെ മണിക്കുട്ടൻ്റെ പേര് പറഞ്ഞിട്ടുള്ളൂ, ഓർത്തിട്ടുള്ളൂ. അപ്പം മാനസികമായ ഒരു ബുദ്ധിമുട്ടും സൂര്യയിൽ ഞാൻ ഫസ്റ്റ് ഡേ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി തൊട്ട് ഞാൻ കാണുന്നേ ഇല്ല ഒന്നും. പിന്നെ സായി ഒരു തരത്തിൽ ഗെയിം കളിച്ചെങ്കിലും, ടാസ്ക് കളിച്ചെങ്കിലും കോയിൻസ് കളക്ട് ചെയ്യുന്നതിൽ വലിയ ഒരു ഇതൊന്നും കാണിക്കുന്നില്ല. കുറച്ചൊരു ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 20 പോയിന്റ്സേ സായി കളക്ട് ചെയ്തുള്ളൂ. ഇച്ചിരി ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഋതു അനൂപും തമ്മിലുള്ള പ്രശ്നം ഇതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ കോയിൻ സൂക്ഷിക്കേണ്ടത് അനൂപിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരവരുടെ കോയിൻ സൂക്ഷിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. മോഷ്ടിക്കപ്പെടാതിരിക്കാൻ നോക്കുന്നത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. ഈ കളി എങ്ങനെ വേണോ കളിക്കാം, എങ്ങനെ വേണം. കാര്യം ഇത് നെഗറ്റീവ് ടാസ്കാണിത്. പിടിച്ചുപറി, മോഷണം, തട്ടിയെടുക്കൽ, പിന്നെ ഒരാൾക്ക് പറഞ്ഞിട്ട് ചതി, ഇതൊക്കെ ഇതിനകത്ത് ചെയ്തൊരു നെഗറ്റീവ് ടാസ്ക്കാണ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നല്ലോ ഈ ടാസ്ക് എങ്ങനെയാണ് കളിക്കുന്നത്. ഒരുപാട് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ ഒരു ടാസ്ക്കാണ്. സോ ഇത് അങ്ങനത്തെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഋതുവിന് വേണമായിരുന്നെങ്കിൽ ഋതു ഒരുപാട് അനൂപിനോട് ചോദിച്ചു കടന്നു കോയിൻ, പക്ഷെ അനൂപ് കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? കാര്യം അനൂപിന് അവിടെ ക്യാപ്റ്റൻ ആവണം, അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ആവണം എന്ന് പറഞ്ഞാണ് അനൂപ് കളിക്കുന്നത്. 20 പോയിന്റ് കുറഞ്ഞാൽ ചിലപ്പോൾ നാളെ അത്രയും കോയിൻസ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് അനൂപ് ചെയ്യുന്നത്. ഇവിടെ അനൂപ്,
ഋതു, സായി എല്ലാവരുടെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. ഇവിടെ ആരും വലിയൊരു കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അനൂപ് കോയിൻ സംരക്ഷിക്കണമായിരുന്നു. ഋതുവിന് വേണമെങ്കിൽ റംസാനോടും ചോദിക്കാം, പക്ഷെ റംസാൻ ഒരു കോയിൻ പോലും കൊടുക്കില്ല എന്ന് ഋതുവിന് നന്നായിട്ട് അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സായി ഇടപെടുന്നത്. അനൂപും ഋതു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സായി ഇടപെട്ടത്. സായി പറയുന്നത് അവർ തമ്മിൽ വഴക്കുണ്ടായത്. ഋതു പറയുന്നു ഈ കോയിൻ ചെറിയ ചീള് കേസിലാണ് വഴക്ക്, മോശം. അതായത് അനൂപിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ എടുത്തത്, അത് മോഷണമല്ല എന്ന് ഋതു പറയുമ്പം സായി പറയുന്നു അത് മോഷണമാണ്, നീ ചെയ്തത് മോഷണമാണ് എന്ന് പറയുന്നു. രണ്ട് കാര്യങ്ങളുണ്ട്. സായി പറയുന്നതിൽ ഋതുവിന് വേണമെങ്കിൽ ആരും കാണാതെ, അനൂപ് കാണാതെ ആ കോയിൻ പോയി എടുക്കാം, അത് മോഷണമാണ്. അനൂപിന്റെ മുന്നിൽ വെച്ച് അത് കോയിൻ എടുക്കുകയാണെങ്കിൽ അത് തട്ടിപ്പറിക്കണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, തട്ടിയെടുക്കുക എന്ന് പറയാം, അത് മോഷണമല്ല. ആരും കാണാതെ ഒളിച്ചു വന്ന് എടുക്കുന്നതാണ് മോഷണം. അനൂപിന്റെ മുന്നിൽ കിടക്കണ കോയിൻ അനൂപിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ആ കോയിൻ അങ്ങനെ ഋതുവിന്റെ മുന്നിൽ വെച്ചെടുത്തത്. അപ്പോൾ ഋതു അത് പിടിച്ചെടുത്തു. അപ്പോൾ അതെന്താണ്? തട്ടിപ്പറിക്കലാണ്. അതെല്ലാം മോഷണം, തട്ടിപ്പറിക്കൽ എല്ലാം ഈ ഗെയിമിലുള്ളതാണ്. അപ്പോൾ ഋതു ചെയ്തതിലും അത് തെറ്റില്ല. പക്ഷെ അവസാനം ഋതു ആ കോയിൻ തിരിച്ചും കൊടുത്തു. അയ്യോ, അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ സായി, ഡിംബൽ എല്ലാം കയറി ഇടപെട്ടു. എല്ലാവർക്കും ഇടപെടേണ്ട ഒരു സംഭവമാണ് ബിഗ് ബോസ് വീട്. നമുക്ക് ആരുടെയും വാ മൂടിക്കെട്ടാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് കള്ളി എന്ന് ഋതുവിനെ വിളിക്കുന്നുണ്ട്. ഋതു അവിടെ ഒരു കള്ളിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം മോഷ്ടിച്ചിട്ടില്ല ഋതു അനൂപിൻ്റെ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ കാരണം ഋതു അനൂപിൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് മുന്നിൽ നിന്ന്. അത് മാത്രമല്ല ഋതു തിരിച്ചും കൊടുത്തു. അപ്പോൾ അവിടെ ഒരു മോഷണം നടന്നിട്ടില്ല, പക്ഷെ മോഷ്ടിക്കാം എന്ന് ക്ലിയർ ആയിട്ട് ആ ടാസ്കിലുണ്ട്. ഇത് രാത്രിയൊക്കെ സുഖമായിട്ട് നമുക്ക് മോട്ടിച്ചെടുക്കാം, തട്ടിപ്പറിച്ചെടുക്കാം. അവർ കോയിൻസ് മോളിൽ നിന്ന് എറിഞ്ഞു വരുമ്പം നമ്മൾ ഒരാളുടെ മുന്നിൽ കിടക്കുന്ന കോയിൻ നമ്മളല്ലേ പിടിച്ചെടുക്കുന്നത്, അത് മോഷണമാണോ? അല്ല. അതുപോലെ തന്നെയാണ് ഋതു അനൂപിൻ്റെ കോയിനും മോഷ്ടിച്ച് തട്ടിപ്പറിച്ചെടുത്തത്. അത്രയേ ഉള്ളൂ. അപ്പം അവിടെ എല്ലാവരും ഇച്ചിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇടയിൽ കയറി ഇൻട്രപ്റ്റ് ചെയ്യുക, വീട്ടുകാരെ വിളിക്കുക, തിരിച്ചങ്ങോട്ട് എടിയെന്ന് വിളിക്കുക, അങ്ങനെ എല്ലാവരും അവിടെ അലങ്കോലപ്പെടുത്തി. ഇവിടെ ഡിംബൽ, രമ്യ, സായി നല്ല ക്ലിയർ കട്ടായിട്ട് സൂര്യനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യ തിരിച്ച് ടാർഗറ്റ് ചെയ്യുന്ന ആരാന്നറിയാമോ? ഡിംബലിനെയാണ്. എല്ലാ കാര്യത്തിലും സൂര്യ ഇപ്പം ഡിംബലിനെയാണ് നോക്കുന്നത്. അനൂപ് ഇവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കുന്നുണ്ട്. കിടിലൻ ഫിറോസും റംസാനും നോബിയും അഡോണിയും ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പം നിന്ന് കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഏപ്രിൽ 27 ഡേ 72 മച്ചാനെ തപ്പടിക്കെടുത്തകിലടിക്കണ് ഹേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. സൂര്യ അഡോണിയും കൂടെ രാവിലെ തുടങ്ങി അവിടെ നിന്ന്. അയ്യോ എൻ്റെ മണിക്കുട്ട എൻ്റെ മണിക്കുട്ടനെ എടുത്താണ്ടല്ലോ, ഞാൻ വെട്ടിക്കളയും, നോക്കിക്കോ, ഞാൻ വെട്ടും. അപ്പം അഡോണിക്ക് പാവയെ കിട്ടി. നമുക്ക് റംസാൻ മാമനെ കാണാം മണിക്കുട്ട എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നു. ട്രെഡ്മില്ലിൽ കൊണ്ടിരുത്തുന്നു. അപ്പം ഋതു പറയുന്നു സ്പീഡ് കൂട്ട്. അവിടെ കിടിലൻ ഫിറോസും ഗ്യാങ് ഒറ്റ വാക്ക് പോലും കിടിലൻ ഫിറോസ് പറയുന്നില്ല, അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് അവസാനം പറയുന്നു, എടാ ഞാൻ പോകുമ്പോഴും നീ ഇങ്ങനെയൊക്കെ ചെയ്യൂടാ. വീക്കിലി ടാസ്ക് വരുന്നു, നാണയപ്പെരുമ. ഓരോ റൗണ്ടുകളുണ്ട്. ആദ്യത്തെ റൗണ്ട് ഗാർഡൻ ഏരിയയിൽ ഇട്ടുതരും. ആദ്യത്തെ സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജിൽ 2 റൗണ്ടുകൾ. ഈ 2 റൗണ്ടുകളിലും വ്യത്യസ്തപ്പെട്ട പോയിന്റ്സ് ഉള്ള കോയിൻസ് ഗാർഡൻ ഏരിയയിൽ എറിഞ്ഞു തരും. ഏത് മാർഗത്തിലൂടെയും നമുക്ക് സ്വീകരിക്കാം. പേര് വിളിക്കുമ്പോൾ ലാസ്റ്റ് കൺഫെഷൻ റൂമിൽ വന്ന് നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് പറയണം. മോഷ്ടിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ തന്നെ നോക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര പക്ക നെഗറ്റീവായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ റെഡിയായി എല്ലാവരും നിൽക്കുകയാണ്. പിടിയും വലിയും ബഹളവും പൂരമാണ്. ടാസ്ക് തുടങ്ങി. മോളിൽ വീഴുന്നു. ഷീറ്റിൻ്റെ മുകളിലാണ് കോയിനൊക്കെ വീഴുന്നത്. കിള്ളത്തിൻ്റെ പുറത്ത് ഡിംബൽ കയറി നിന്ന് ചവിട്ടി കയറി നിന്ന് വലിച്ചെടുക്കുന്നു. പിന്നെ മോപ്പ് എടുത്തുകൊണ്ട് വലിച്ചെടുക്കുന്നു. റംസാൻ്റെ മുകളിൽ ആര് കയറി നിൽക്കുന്നു? അഡോണി ആരെന്നൊന്ന് കയറി നിന്ന് റംസാൻ്റെ ഊപ്പാട് ഇളകുന്നു. അഡോണി അയ്യോ മുകളിൽ കയറി നിന്നിട്ട്. അതിനുശേഷം ഡിംബലിന് ആ കോയിൻസ് തിരിച്ച് കിടിലൻ ഫിറോസ് മോളെ നീ വെച്ചോ മോളെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നന്നായിട്ട് പൊക്കി എറിയുന്നു ഷീറ്റിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. പെണ്ണുങ്ങൾക്കൊന്നും ഒരു കോയിനും കിട്ടിയിട്ടില്ല. പെണ്ണുങ്ങൾ ഫുൾ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആലോചിക്കുന്നു, കൂടി ആലോചന നടത്തി നമുക്ക് ബോയ്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം, ഓരോരുത്തർ 10 കോയിൻ വെച്ച് തരട്ട്, ബോയ്സ് കൊടുക്കുമോ? അപ്പോൾ അവസാനം എല്ലാവരും പോയിട്ട് അയ്യോ അനൂപേ എനിക്കൊരു കോയിൻ താടാ. ഡിംബൽ 20 പോയിന്റ് അല്ലേ റംസു, നീ എനിക്ക് 20 പോയിന്റ് താ, 20 പോയിന്റ് താറംസും 20 തുണി കഴുകി തരാം എന്നൊക്കെ ഡിംബൽ പറയുന്നുണ്ട്. കിടിലൻ ഫിറോസിന്റെ ചുറ്റിൽ എല്ലാവരും കൂടെ വളഞ്ഞു നിൽക്കുകയാണ്, പെണ്ണുങ്ങളെല്ലാം കൂടി. നമ്മൾ പ്ലീസ് കിടിലം, നിങ്ങൾക്ക് 2 മക്കളല്ലേ, നമുക്ക് 2 കോയിൻസ് തരൂ എന്നൊക്കെ പറയുന്നുണ്ട്. റൗണ്ട് 2 എല്ലാവരും കളക്ട് ചെയ്യാണ്. അഡോണി, അനൂപ്, സായി, റംസാൻ ആണുങ്ങളാണ് ഫുൾ കോയിൻസ് കളക്ട് ചെയ്യുന്നത്. ഡിംബലിനെ സഹായിക്കുന്നുണ്ട് കിടിലൻ ഫിറോസ്. പക്ഷെ ഡിംബലിന് ഒരുപാട് കോയിൻ കിട്ടുന്നുണ്ട് കേട്ടോ, ഒരുപാട് കോയിൻസ്. 100ന്റെ കോയിനൊക്കെ ഡിംബലിന് കിട്ടി. അതാണ് ഡിംബൽ കൂടിയെടുത്തത്. അങ്ങനെ
അതിൻ്റെ ഇടയിൽ കൂടെ റംസാൻ്റെ അടുത്ത് എന്നത്തെ പോലെ ഋതു മന്ത്ര വഴക്കിടുന്നു. എന്താ റംസു എന്തിനാ ബാക്കിൽ വന്ന് അടിക്കുന്നത്? അത് ശരിയല്ല കേട്ടോ, നീ ബോഡി ഇറങ്ങി. ആ സൂര്യ ചേച്ചിക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, സൂര്യ ചേച്ചി എത്ര ഇടി കിട്ടി? അപ്പം സൂര്യ ഞാൻ എത്ര ഇടി മേടിച്ച്. അപ്പോൾ ഇവനൊന്നും സംസാരിക്കാൻ അറിയില്ല, എന്ത് കഷ്ടമാണ്. അപ്പം കിടിലൻ ചെറിയ ചെറിയ വഴക്കുകളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ, വലിയ വലിയ പ്രശ്നങ്ങളാവും വീക്കെൻഡിൽ. അപ്പം ഋതു തിരിച്ചു പോയിട്ട് റംസാൻ്റെ അടുത്ത്, റംസു നീ മിണ്ടാതിരിക്കും, നീ പിണങ്ങല്ലേ കുട്ടാ, നീ ചുമ്മാ അല്ലേ പറഞ്ഞത്, നീ ഒന്നും സംസാരിക്ക്. തിരിച്ചാണ് റംസുവാണ് തിരിച്ച് സോറി പറയേണ്ടത് ഋതുവിൻ്റെ അടുത്ത്. പക്ഷെ ഋതുവാണ് ഇവിടെ പോയിട്ട് സോറി പറയിപ്പിക്കുന്നത്. ഈ ഒറ്റ കാര്യത്തിനാണ് ഋതു അവിടെ താന്ന് പോകുന്നത് ഗെയിമിൽ. ഇനി ഡിസ്കഷനാണ്, അതായത് കിടിലം, നോബി, റംസു എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ, അഡോണി ഇവരാണ് ഒരു ഗ്രൂപ്പ്. അത് കോയിൻ ഒറ്റ എല്ലാവരും ഓരോരുത്തരാണ്, വ്യത്യസ്ത ഗ്രൂപ്പല്ല, ഇത് ഒറ്റ ഇൻഡിവിജ്വൽ സ്കോറാണ്. നമുക്ക് എത്ര നിൻ്റെ കയ്യിലുണ്ട്? എൻ്റെ 20, എൻ്റെ 10. നോബി ചേട്ടൻ്റെ കോയിൻ എൻ്റെ 50 ഉണ്ട്. 10 കോയിൻ ഞാൻ അവിടെ ബെഡിൽ കൊണ്ടുവരും. ബെഡിലാ? ആ ബെഡിൽ അവിടെ കിടക്കട്ടെ, ഞാനിപ്പോൾ കോയിൻ എടുത്താലും എടുത്തില്ലെങ്കിലും ഒക്കെ ഞാൻ ടോപ്പ് 5 എന്നെ നോമിനേറ്റ് പോലും ആരും ചെയ്യൂല, മിക്കവാറും ഞാൻ ഉറങ്ങി ടോപ്പ് 5 നോബി ചേട്ടൻ. അപ്പോൾ അയ്യോ നിങ്ങൾ എന്തിന് 10 പോയിന്റ് അവിടെ കൊണ്ടിട്ടത്? റംസാൻ ഓടുന്നു, കിട്ടണില്ല. തിരിച്ച് നിങ്ങൾ എവിടെ കൊണ്ട് കോയിൻ ഇട്ടത്? അങ്ങനെയൊന്നും ഇടാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരിച്ച് കോയിൻ എടുത്തിട്ട് നോബിച്ചൻ്റെ വായിൽ കൊണ്ടുവെക്കുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൺഫെഷൻ റൂമിൽ അനൂപാണെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് വരുന്നു കോയിൻ, കഷ്ടപ്പെട്ട് ഓരോ കോയിനും എടുത്തിടുന്നു. അനൂപ് 190 190 പോയിന്റ്സ് ആണ് അനൂപിന് കിട്ടിയത്. റംസാൻ സെക്കൻഡ് പൊസിഷൻ 160 പോയിന്റ്സ്. അത് കഴിഞ്ഞ് അഡോണിക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്. അഡോണിക്കാണ് ഏറ്റവും ഹൈ എമൗണ്ട് ഓഫ് കോയിൻ 230. സോറി കേട്ടോ, അഡോണിക്ക് 230, അഡോണി 230, റംസാൻ 160. അത് കഴിഞ്ഞിട്ടാണ് അനൂപ് വന്നിരിക്കുന്നത്. അയ്യോ സോറി കേട്ടോ, തെറ്റിപ്പോയി, 190. അപ്പോൾ അങ്ങനെയാണ് പൊസിഷൻ കിടക്കുന്നത്. ഫസ്റ്റ് അഡോണി, സെക്കൻഡ് അനൂപ്, തേർഡ് റംസാൻ. ഓക്കെ, 230, 190, 160. അപ്പം അങ്ങനെ 3 പേര് നിൽക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ അനൂപ് ഇത്രയും പോയിന്റും കൂടെ വേറൊരാൾക്ക് കൊടുത്താൽ അത് അനൂപിൻ്റെ ക്യാപ്റ്റൻസിനെ ബാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അനൂപ് കൊടുക്കാതിരുന്നത്. അങ്ങനെയല്ല, പക്ഷേ ഏറ്റവും കുറഞ്ഞ പോയിന്റ് ഋതുവിനാണ്. അപ്പോൾ ഋതുവിനും അത് പോയിന്റിന് വേണ്ടി ഋതുവും മോഷ്ടിക്കും അല്ലേ, മോഷ്ടിക്കാം, പിടിച്ചെടുക്കാം, ഒക്കെ ചെയ്യാം. അപ്പം ഋതു ആ രീതിയിൽ ശ്രമിച്ചു, പക്ഷേ അവിടെ അത് പറ്റിയില്ല. അതാണ് ഋതുവിന് പറ്റിയത്. സായിക്ക് 20 പോയിന്റേ ഉള്ളൂ. സായി അതിൽ കൂടുതൽ ശ്രമിക്കുന്നുമില്ല. അത് മാത്രമല്ല, ഋതു ശ്രമിച്ച ഋതുവിനെതിരെയും കടന്ന് ഇതാക്കുന്നു. അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. കാര്യം ഋതു ചെയ്യേണ്ടത് ഋതു ചെയ്യട്ടെ അല്ലേ. കാര്യം ഇത് ടാസ്കിൻ്റെ അനുബന്ധമായിട്ടാണ് ഋതു ചെയ്യുന്നത്. അത് ഋതു ചെയ്തോട്ടെ, മോഷ്ടിക്കാം, എന്ത് വേണോ ചെയ്യാമല്ലോ. അത് കഴിഞ്ഞിട്ട് സൂര്യയ്ക്ക് 60 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ രമ്യയ്ക്ക് 20 പോയിന്റ്, നോബിക്ക് 50 പോയിന്റ്, ഡിംബലിന് 120 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഋതു അനൂപും കൂടെ സംസാരിക്കുകയാണ്. എടാ നിനക്ക് ഇത്രയും എന്താടാ, നീ ഒരു 20 പോയിന്റ് താടാ, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചല്ലേ കുട്ടി നേടിയത്, എനിക്കത് തരാൻ പറ്റില്ല. നീ എന്നെ തള്ളിയിട്ടിട്ടല്ലേടാ കോയിൻസ് കിട്ടുന്നത്, അങ്ങനെയൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും കോയിൻസ് ഉണ്ടാക്കാം ഋതു, അങ്ങനെ തള്ളിയിട്ടോ എന്ത് വേണോ ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്പോൺസർ ടാസ്ക്കാണ് വരുന്നത്. 2 ഗ്രൂപ്പ് 2 ജഡ്ജസ്. അതായത് ഏഷ്യൻ പെയിൻസിൻ്റെ സ്പോൺസർ ടാസ്ക്കാണ്. ഏഷ്യൻ പെയിൻസിൻ്റെ ഗുണഗണങ്ങളുള്ള ക്യൂ കാർഡൊക്കെ പല സ്ഥലത്തും പല ഏരിയയിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. ഒരു ഗ്രൂപ്പിലെ ആൾക്കാരെല്ലാവരും കൂടെ കയറ് വെച്ച് കൈ കെട്ടണം, എന്നിട്ട് ഇത് ഒന്നിച്ച് തപ്പണം. ആദ്യം ഗ്രൂപ്പ് 1, ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിംബൽ, റംസാൻ, സൂര്യ, കിടിലം ആണ്. അവർക്ക് ഓരോ ക്ലൂ കൊടുക്കും. ആദ്യത്തെ ക്ലൂ ശുചിത്വം, അതായത് ബാത്റൂം ഏരിയ അല്ലെങ്കിൽ വാഷ്റൂം ഏരിയയിൽ മൊത്തം തപ്പുന്നു, കിട്ടുന്നു. എന്നിട്ട് എത്ര പെട്ടെന്ന് ഈ ഏരിയകളെല്ലാം കവർ ചെയ്ത് ഈ ക്യൂ കാർഡുകളൊക്കെ എടുക്കുന്നു, അവർക്കാണ് ടൈമറാണ്, ഏറ്റവും പെട്ടെന്ന് എടുക്കുന്ന ആൾക്കാണ് പ്രൈസ്. പിന്നെ ശരീര സൗന്ദര്യം, ജിം ഏരിയയിലാണ്, അത് പെട്ടെന്ന് എടുക്കുന്നു. പിന്നെ എരിഞ്ഞൊടുങ്ങുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ അത് സ്മോക്കിംഗ് ഏരിയയാണ്. ആ സ്മോക്കിംഗ് ഏരിയയിൽ നോക്കുന്നു, കിട്ടുന്നു. പിന്നെ H2O വെള്ളം, അതായത് പോണ്ടിൻ്റെ ഏരിയയിൽ, അവിടെ പൂളിൻ്റെ ഏരിയയിൽ, പൂളിൻ്റെ ഏരിയയിൽ അവിടെയും പിടിക്കുന്നു. പക്ഷേ സെക്കൻഡ് ഗ്രൂപ്പ് അനൂപ്, നോബി, ഋതു, രമ്യ ഇവരാണ് ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തത് ടാസ്ക്. അങ്ങനെ അവർക്ക് സമ്മാനം കൊടുക്കുന്നു. പക്ഷെ സമ്മാനം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സൂര്യയാണ് പോയിട്ട് സ്വീറ്റ്സ് ഒക്കെ എടുക്കുന്നത്. കേക്ക്, സ്വീറ്റ്സ് എല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അഡോണി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, കയറിൻ്റെ മാത്രമല്ല, കയറിൽ കെട്ടിയിരിക്കണമെന്ന് മാത്രമല്ല, ടൈമാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് അഡോണി തോറ്റ ടീമിനോട് പറയുന്നു. ഇനി അവിടെ ഋതുവും അനൂപൊക്കെ നിന്ന് സായിയൊക്കെ നിന്ന് പുട്ടുണ്ടാക്കുകയാണ് കിച്ചൺ ഏരിയയിൽ. അപ്പം പണവും പ്രതാപവും നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട്. സൂര്യനെ അവിടെ കാണുന്നില്ല. സായി നേരെ പുറത്തിറങ്ങുന്നു. സൂര്യ അവിടെ ഗ്യാങ്ങിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ സൂര്യ നീ എന്താ വരാത്തത്? അത് ഞാനിവിടെ ഇരിക്കുന്നു, ഞാൻ എൻ്റെ പണി കഴിഞ്ഞല്ലോ, ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെയല്ല, നിന്നെ വിളിച്ചിട്ടല്ല നീ വരേണ്ടത്, നിനക്ക് അവിടെ ജോലിയുണ്ട്. ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്,
എന്നെ അങ്ങനെ ഇനി കുറ്റപ്പെടുത്തിയൊന്നും വേണ്ട. സായി ടാർഗറ്റിംഗ് സൂര്യ, മനസ്സിലായ? അപ്പം ഞാൻ എല്ലാ പണിയും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇല്ല, നമുക്കും ഇവിടെ ഒന്നിച്ചിരിക്കണം എന്നും ഗ്രൂപ്പായിട്ടിരിക്കണം എന്നൊക്കെ നമുക്കും ആഗ്രഹമുണ്ട്. എന്നിട്ട് നീ എന്ത് വരാത്തത്? സൂര്യ എണീറ്റ് നിൽക്കുന്നു. ഞാൻ ഇവിടെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ വെറുതെ എന്നെ ഇതാക്കരുത്, കരയുന്നു. അത് കഴിഞ്ഞ് രാത്രി മീറ്റിങ്ങിൽ അനൂപ് പറയുന്നു, നമ്മുടെ മീറ്റിങ്ങിൽ പറയാണ്, സൂര്യ നീ കിച്ചൺ ഏരിയയിൽ ശ്രദ്ധിക്കണം, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ എല്ലാ പണിയും ഇവിടെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രമ്യ കിടില അഭിപ്രായം എടുത്തിടുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ അഭിപ്രായമാണ്, പാവയ്ക്ക് മണിക്കുട്ടൻ എന്ന പേരിട്ട് ഒരു സ്ട്രോങ് മത്സരാർത്ഥിയല്ല, ഏത് മത്സരാർത്ഥിയാണെങ്കിലും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പാവയ്ക്ക് ആ പേരിട്ടിട്ട് അത് ചെയ്യുന്നത് വളരെ മോശമായി പോയി. ഉടനെ സൂര്യ പകുതി അങ്ങ് കരഞ്ഞു കഴിഞ്ഞു. അപ്പം നോബിച്ചേട്ടൻ പറയണം, എടീ മണി എങ്ങനെ പോയതെന്നും എന്തിനു പോയതെന്ന് നമുക്കറിഞ്ഞൂടാ. അടോണി അവിടെ സോറി പറയുന്നു. സൂര്യ, ഞാൻ മണിക്കുട്ടനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തതല്ല, എനിക്ക് മണിക്കുട്ടൻ അങ്ങനെ ഒന്നും അല്ല, ഞാൻ റെസ്പെക്റ്റോട് കൂടിയാണ് ആ പാവയെ കൊണ്ട് നടന്നത്, അറിയാമോ നിങ്ങൾക്ക്? സ്മോക്കിംഗ് റൂമിൽ കരച്ചിൽ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഗേൾസ് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. ഋതു സമാധാനിപ്പിക്കുന്നു. എം എ പത് പറയണം, ഞാൻ പറയാനുള്ളത് പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതിരിക്കാം, എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും, നീ നെഗറ്റീവായി പോവും, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. അപ്പം ഡിംപിൾ പറയുന്നത്, എന്താടോ ഇത്, അവർ പോയിട്ടും അവരുടെ പേര് പിന്നെയും ഇടുന്നുണ്ട്, ബി മെച്വേർഡ് മാൻ എന്ന് ഡിംപിൾ വന്ന് പറയുന്നു. ഋതു അതിൻ്റെ ഇടയിലാണ് 10:15 ഋതു അവിടെ മോഷണത്തിന് റെഡിയായി പോവുകയാണ്. പക്ഷെ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മേറ്റിൽ നിന്ന് എടുക്ക്, അനൂപേ നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അനൂപിനടുത്ത്. അനൂപ് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു അനൂപേ, നിനക്ക് തന്നൂടായിരുന്നു, നീ എന്തിനിങ്ങനെ, നീ എന്നെ തപ്പിക്കോ. അപ്പം സായി ഇടയിൽ വരുന്നു, എന്താ പ്രശ്നം? അല്ല ഇവിടെ അത് പിന്നെ ഞാൻ ഇവിടെ കിടന്ന കോയിൻ എടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സായി, അയ്യോ അത് തെറ്റാണ്, അത് വളരെ തെറ്റാണ്. സായി ഭയങ്കര പുണ്യാളനാണ്. അയ്യോ അത് വളരെ തെറ്റാണ്, മോഷ്ടിക്കാൻ പാടില്ല, അത് മോഷണമാണ്. അപ്പം ഋതു, അത് എൻ്റെ മുന്നിൽ കിടന്ന കോയിനല്ലേ, അവൻ്റെ മുന്നിൽ കിടന്ന കോയിൻ ഞാൻ എടുക്കുന്നത് എങ്ങനെ മോഷണമാവും, ഞാൻ മോഷ്ടിച്ചിട്ട് അടുത്ത് പോയിട്ടുമില്ല. അല്ല അത് മോഷണമാണ്, അത് വളരെ തെറ്റാണ്, നീ വളരെ തെറ്റാണ്, മോഷണമാണ്. അയ്യോ മോഷണമല്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ ഒരിടത്തും പോയില്ലല്ലോ. അവരുടെ അത് ഞാൻ നിങ്ങൾ ഒരാളുടെ എന്താണ് സമ്മതമില്ലാതെ എടുക്കുന്നത് മോഷണമല്ല കേട്ടോ, ഒരാളുടെ സമ്മതമില്ലാണ്ട് എടുക്കുന്ന മോഷണമാണ് എന്ന് സായി പറയുന്നു. പക്ഷെ ഋതു പറയണ, അയ്യോ ഞാൻ അയാളുടെ സമ്മതമല്ല, അയാളുടെ മുന്നിൽ കിടന്ന് എടുത്തത്, അത് മോഷണമല്ല. ഋതുവിന് പറയാം, ഓ മോഷ്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് എന്ന് ഋതുവിന് പറഞ്ഞാൽ മതി. ഞാൻ മോഷണം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനിപ്പോൾ എന്ത്, ടാസ്കിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇത് വലുതായിട്ട് കൂടി വരുന്നു. സായി ഋതുവും തമ്മിൽ വഴക്കാവുന്നു. നീ ആരാ എൻ്റെ ഇടയിൽ പറയാൻ, നീ ആരാടി എന്നോട് ഇത് പറയാൻ എന്ന് പറഞ്ഞ് സായി ഇടയ്ക്ക്. സായി, നീ എന്തിനാ വെറുതെ പ്രവോക്ഡ് ആവുന്നത്? സായി, ഋതു, വാട്ട് ഈസ് മോഷണം എന്ന് അറിയാമോ നിനക്ക്? എടി കള്ളി. ഉടനെ സായി ഋതുവിനെ, നിന്റെ വീട്ടുകാരെ പോയി വിളിക്കുക കള്ളിന്ന്. എൻ്റെ വീട്ടുകാരെ പറയാൻ നീ ആരാടി എന്ന് പറഞ്ഞ് സായി അങ്ങോട്ട്. അപ്പം ഋതു, എന്തോ ആടോ ഇത് ഫ്രെയിം ഒക്കെ എടുത്തോണ്ട് പോകുന്നത്, ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ് ഡിംപിൾ എൻ്റെ ഇടയിൽ കൂടെ പോകുന്നു. ഡേ ദിമ്പലെ, ഇതിൻ്റെ ഇടയിൽ കയറി ഇടപെടാൻ നിനക്ക് എന്താണെന്ന് പറഞ്ഞ്, എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഋതു ഡിംപിളിൻ്റെ അടുത്ത് കയറി ചാടുന്നു. താൻ പോടോ താൻ പോടോ എന്നൊക്കെ പറയുന്നുണ്ട് ഡിംപിൾ. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് ഡിംപിൾ എന്ന് ഋതു പറയുന്നു. അനൂപ്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നീ തരുന്നുണ്ടെങ്കിൽ എനിക്ക് കോയിൻ താ, നീ മോട്ടിച്ചു എനിക്ക് കോയിൻ താ എന്ന് പറയുന്നു. അവസാനം രമ്യ കയറി വരുന്നു. ഋതുവും നമ്മുടെ അനൂപും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും ചീപ്പ് ഗെയിമാണ്, നീ കളിക്കാൻ പാടില്ല ഋതു എന്ന് പറയുന്നു. കോയിൻ തിരിച്ചു കൊടുക്കുന്നു. പിന്നെ എന്തിനാണോ അതെടുത്തത്, ഋതു കോയിൻ തിരിച്ചു കൊടുക്കുന്നു. എടി നീ സീനാക്കിയിട്ടല്ലേ കൊടുത്തത്, നീ വെറുതെ കൊടുത്തല്ല, നീ സീനായിട്ടാണ് കൊടുത്തത്. ഋതു, ഞാൻ തമാശയ്ക്ക്, ഋതുവിൻ്റെ എപ്പോഴും ഉള്ള സംസാരമാണ്, എല്ലാം പണി പാളി എന്ന് പറയുമ്പോൾ, ഞാൻ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഓ നീ കണ്ടന്റിന് വേണ്ടിയിട്ട്. അയ്യോ, അങ്ങനെ ഡിംപിളിനോടും പോയിട്ട് ഋതു സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ തീരുകയാണ്. നാളെ ഈ കോയിൻ ടാസ്ക് ആര്യക്ക് കിട്ടിയതുപോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഗോൾഡൻ കോയിൻ നാളെ ആർക്ക് കിട്ടും? സൂര്യ ലാസ്റ്റ് ചിരിച്ചോണ്ടൊക്കെ വരുന്നുണ്ട്, സൂര്യക്കാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഫിനാലെ വരെ എത്തും എന്നാണ് തോന്നുന്നത് ഇപ്പം. അപ്പോൾ ഇതാണ് ഇത്രയും സംഭവം. ഇനി BB+ രാവിലെ 8:45 മോർണിംഗ് ആക്ടിവിറ്റിയിൽ നോബിച്ചേട്ടൻ കരാട്ടെ പഠിപ്പിക്കണം. കരാട്ടെ ഒന്നും അവിടെ പഠിപ്പിച്ചില്ല, അവിടെ വേറെ എന്തോ നടന്നത്. 9:30 രമ്യ ഇങ്ങനെ ഇരിക്കുകയാണ്. നന്നായിട്ട് നീ മണിക്കുട്ടനെ ആലോചിക്കുകയാണ്, നന്നായിട്ട് നീ ക്യാപ്റ്റൻസി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പോയി മണിക്കുട്ടൻ ചേട്ടാ, എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഡിംപിൾ പറയുന്നത്, മണിക്കുട്ടൻ ഇരിക്കുന്ന സ്ഥലമാണത് അറിയോ, അത് അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കാൻ തോന്നുകടോ എന്ന് ഡിംപിൾ പറയാണ്. ഇത് ചിന്താ ജംഗ്ഷൻ എന്ന് പേരാന്ന് പറയുന്നു.
ഋതു പാട്ട് പാടുന്നു. എന്നിട്ട് റംസാനും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഋതു പറയണ അന്നൊരു ദിവസം ഇങ്ങനെ പാട്ട് പാടി ഞാനൊരു നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് മണിക്കുട്ടൻ ആരും ഉണ്ടായിരുന്നു. അപ്പോൾ മണിക്കുട്ടൻ ചേട്ടൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ സൂര്യ അവിടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ ജോലി ഉണ്ടടി എന്ന് പറഞ്ഞ് ഒറ്റ പോക്കാണ്. സൂര്യയെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പാവം എന്ന് ഋതു ഓർക്കുന്നു. സ്റ്റോർ റൂമിൽ ആ സമയത്ത് സ്റ്റോർ റൂമിൽ ലക്ഷറി സാധനങ്ങൾ പറയുകയാണെ. അപ്പം സൂര്യ അയ്യോടാ കാപ്പിപ്പൊടി ഇല്ലടേ, കാപ്പിപ്പൊടിയൊന്നും ഇല്ല, എന്തുവാടേ ഇത്, ബിസ്ക്കറ്റ് ഇല്ല, കാപ്പിപ്പൊടിയൊന്നും ഇല്ലടേ. അവിടെ ഓരോരുത്തർ നമ്മുടെ ഋതുവൊക്കെ ഇരുന്ന് വിഷമിക്കുന്നു. ഇവിടെ കാപ്പിപ്പൊടി ഇല്ലാത്തതിൻ്റെ വിഷമമാണ് സൂര്യയ്ക്ക്. 12:30 12:20 റംസാൻ ഇപ്പം ക്യാമറ നോക്കിയിട്ട് ചിലപ്പോൾ ഞാൻ ഈ ആഴ്ച പോവും, പക്ഷേ എന്നെക്കാട്ടി തെറ്റ് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. സായി രമ്യയും കൂടെ ആ വലിയ സത്യം വിളിച്ചു പറയുന്നു കളിക്കിടയിൽ 3:30 രമ്യ പറയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മണിക്കുട്ടൻ ചേട്ടൻ ഇവിടെ ഇരിക്കില്ലല്ലോ, കളി കാണുമല്ലോ. മണിക്കുട്ടൻ ചേട്ടൻ എല്ലാവരെയും കെയർ ചെയ്യും. അപ്പം അതുപോലെ തന്നെയാണ് സൂര്യനെയും കെയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പുറത്ത് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരന് മനസ്സിലാവും. പിന്നെ ആ ഒരു സെൻറ്റൻസ് അവർ കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കണത്. അപ്പം നോമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് മണിക്കുട്ടനെയാണെന്ന് പറയുന്നു സൂര്യ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് മണിക്കുട്ടനെയാണ്. അപ്പോൾ ചന്തയിലിരിക്കുന്ന സാധനമാണ് പാവ. ആ പാവയ്ക്ക് മണിക്കുട്ടൻ്റെ പേര് കൊടുക്കുന്നു. അപ്പോഴാണ് സായി ഈ സംഭവം അറിയുന്നത്. ഇവളെന്തോ നീ കാണിച്ചത്, എന്തുവാണിത്, ഇവിടെ നിന്ന് അയാൾ ഈ ഒരു കാരണം കൊണ്ടാണ് ക്വിറ്റ് ചെയ്ത് പോയത്, എന്നിട്ട് ഇപ്പോൾ ഇതെടുത്ത് മുന്നിലിടുന്നല്ലേ, കഷ്ടം തന്നെ. എന്ത് പറയാം, പാവയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു അങ്ങോട്ട് ഗെയിം മൊത്തം പാവേനെ വെച്ചുകൊണ്ടിരിക്കുകയല്ലോ, അതാണെങ്കിൽ തിരിച്ചൊന്നും പറയത്തുമില്ല. ഞാൻ രാത്രി ഇത് മീറ്റിങ്ങിൽ എടുത്തിടും എന്ന് രമ്യ പറയുന്നു. ഡിംബൽ ഋതുവും ഇവിടെ കോയിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഡിംബൽ പറയുന്നത് നീ ചോദിക്ക് അനൂപിൻ്റെ അടുത്ത് കോയിൻ, ഋതുവിൻ്റെ അടുത്ത്. ഇവിടെ രമ്യ, നോബി, കിടിലം എല്ലാവരും ഇരിപ്പുണ്ട്. ഡിംബലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോയിനൊക്കെ കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ചേട്ടൻ എത്ര കൊടുത്തു സൂര്യക്ക്? രമ്യ സൂര്യക്കെതിരെ ചേട്ടൻ എന്തിന് കിടിലൻ ചേട്ടൻ എന്തിന് കൊടുക്കാൻ പോയത്? ഞാൻ ഇപ്പുറത്ത് നിൽപ്പെടുന്നിട്ട് എനിക്ക് തരാതെ അങ്ങറ്റത്തേക്ക് സൂര്യക്ക് കൊടുത്തേക്കുന്നത്, എനിക്ക് 20 പോയിൻ്റാണുള്ളത് രമ്യ പറയുന്നത്. ഋതുവിന് എത്ര? ഋതുവിന് 10. അപ്പം റംസാൻ ഋതുവിന് 10. 10. കിച്ചൺ ഏരിയയിൽ അനൂപും ഋതുവും സൂര്യയും നിൽപ്പുണ്ട്. അതിനകത്ത് ഋതു സംസാരിക്കുന്നുണ്ട്. ഈ അനൂപ് ചേട്ടൻ്റെ കയ്യിൽ അനൂപിൻ്റെ കയ്യിൽ ഒരുപാട് കോയിൻസ് ഉണ്ട്. ഹി ഗോട്ട് ലോട്ട്സ് ഓഫ് എമൗണ്ട് ഓഫ് കോയിൻസ്. അപ്പോൾ സൂര്യ നിനക്ക് ഇത്രയുണ്ട്? ഒരുപാട് ഉണ്ടാവും അല്ലേ? എനിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചേ ഉള്ളൂ, ഡിംബലിനെയൊക്കെ അപേക്ഷിച്ചിട്ട്. ഡിംബലാണ്. രമ്യ അഡോണി ഇവിടെ സംസാരിക്കുകയാണ്, ഈ പാവയുടെ കാര്യമാണ്. അപ്പം രമ്യ പറയാണ് അഡോണി അടുത്ത്, ഇത് വളരെ സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യമല്ലേ, അവൾ എന്തിനിത് പബ്ലിക്കാക്കിയത്? ഈ പാവ മണിക്കുട്ടൻ്റെ പേരുമൊക്കെ ഇട്ട് വളരെ മോശം. സൂര്യ അവിടെ ഇരുന്ന് കരയുന്നു. സായി രമ്യയും ഈ കാര്യം സംസാരിക്കുകയാണ്. ഋതുവിൻ്റെ കാര്യം വഴക്കുണ്ടായില്ലേ അത് സംസാരിക്കുന്നുണ്ട്. സായി പറയുന്നത് വളരെ കോമഡിയാണെന്നേ, എൻ്റെ കോയിൻ എടുത്ത് തള്ളിയിട്ടിട്ടാണ്, മോഷ്ടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടാണ്. ആ മോഷണം തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവൾ അവിടെ ചെയ്തത് മോഷണം തന്നെയാണെന്ന് സായി പറയുന്നു. അപ്പോൾ രമ്യ പറയുന്നു അനൂപ് ചെയ്തത് തെറ്റല്ലേ, അനൂപ് എന്തുകൊണ്ട് അത് സൂക്ഷിച്ച് വെച്ചില്ല, അത് അവൻ്റെ ഉത്തരവാദിത്വമല്ലേ, എന്തിനാ അവളുടെ മുന്നിൽ വെച്ചിട്ട് ഇതൊക്കെ എടുത്തിടാൻ പോയത്? അല്ലെങ്കിൽ പിന്നെ ഋതു ചെയ്തതും തെറ്റാണ്, അവളതിന് തിരിച്ചു കൊടുക്കാൻ പോയത് എന്ന് രമ്യയും പറയുന്നു. ഇവിടെ ഡിംബലും അഡോണി രാത്രി കിച്ചൺ ഏരിയയിൽ സംസാരിക്കുകയാണ്. അപ്പം ഈ ഋതുവിനെ കുറിച്ചിട്ടാണ് ഈ ഡിംബൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോന്ന് കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോരുത്തർ എന്തൊക്കെയായി ചെയ്യുന്നത്. അപ്പം ഋതു കയറി വരുന്നത് എപ്പോഴും ഇത് തന്നെ, അഡോണി എല്ലാവരും ഇൻട്രപ്റ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഡിംബൽ ഇടപെടുന്നു ഇതിനകത്ത്. അതെ, എൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടണ്ട കേട്ടല്ലോ, ഞാൻ സൂര്യ കരയുമ്പോൾ ഞാൻ എന്തായാലും അവിടെ ഇരിക്കും എന്ന് രമ്യ പറയുന്നു. ദാറ്റ് ഈസ് ഹ്യൂമാനിറ്റി. അതായത് സൂര്യ കരഞ്ഞപ്പം ഋതു കൂടെ ഇരുന്നില്ലേ, അതിനടുത്താണ് ഡിംബൽ പറഞ്ഞത് എന്നെ ഹ്യൂമാനിറ്റി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലടോ, എനിക്കറിയാം എന്നെ പഠിപ്പിക്കേണ്ട എന്ന് ഡിംബൽ പറയുന്നത് സ്ഥിരം ഡയലോഗ്. അഡോണി നീ പറ, ആരാണ് ആദ്യം ഇൻട്രപ്റ്റ് ചെയ്തത്? ഡിംബലാണോ അതോ ഋതു ആണോ? ഫുൾ പ്രശ്നം. അപ്പോൾ എല്ലാവരും കൂടി സായി രമ്യൊക്കെ അവിടെ കൂടി ആരാദ്യം തുടങ്ങിയത്? അപ്പോൾ ഋതു പറയുന്നു ഞാൻ സായിയുടെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ ഡിംബലിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഇവിടെ എല്ലാവർക്കും അറിയാം ഫ്രെയിം എടുക്കുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡിംബൽ എന്നെ തന്നെയാണ് പറഞ്ഞതെന്ന് ഋതു പറയുന്നു. ഫുൾ പഴക്കാണ്. രമ്യ വരുന്നു, എല്ലാ കാര്യത്തിലും ഇടപെടുന്നു. അപ്പം ഡിംബൽ സംസാരിക്കുകയാണ്. അപ്പം രമ്യ പറയുന്നു ഡിംബലും ഇതിൻ്റെ ഇടയിൽ കയറി സംസാരിച്ചു, അവിടെയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിൽ കയറി സംസാരിച്ചു. അപ്പം ഡിംബൽ പറയുന്നു ഇവിടെ ആര് സംസാരിച്ചാലും ഇടയിൽ കയറി സംസാരിക്കാം, ഒരു കുഴപ്പമില്ല, ബിക്കോസ് ഇത് ബിഗ് ബോസ് ആണ് എന്ന് പറയുന്നു ഡിംബൽ. ഇത് ബിഗ് ബോസ് ആണ്, എൻ്റെ അടുത്ത് ആരും സംസാരിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞത് അനൂപിനോടാണ് അല്ലാണ്ട് ഋതുവിനോടല്ല. ഋതുവിൻ്റെ കാര്യം പറയുമ്പോൾ റിപ്ലൈ പറയേണ്ടത് എൻ്റെ കടമയാണ്, എൻ്റെ വായിൽ പഴമൊന്നുമില്ല, ഞാൻ റിപ്ലൈ പറയും എന്ന് ഡിംബൽ പറയുന്നു. ഋതു പറയുന്നത് ഞാൻ അഡോണിയോട് മാത്രമാണ് സംസാരിച്ചത്, ഡിംബലിനോടല്ല.
ഞാൻ അഡോണിയോട് സംസാരിച്ചപ്പോൾ അപ്പോൾ ഡിംബലാണ് അസ്യൂം ചെയ്തത്. ഞാനും സായിയും റംസാനും ഫിറോസും എല്ലാം അവിടെ സംസാരിച്ചിരുന്നു. പക്ഷേ ഋതു നമ്മളോടാണ് ചൂടായത്, സായിയോടും എന്നോടും. അതുകൊണ്ടാണ് ഞാൻ കയറി ഇന്ററപ്റ്റ് ചെയ്തത്. അപ്പോൾ രമ്യ പറയുന്നു എല്ലാവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അയ്യോ ഋതു പറയണേ ഞാൻ വെറുതെ പറഞ്ഞെന്ന് തമാശക്കെന്നൊക്കെ പറയുന്നുണ്ട്. രമ്യ പറഞ്ഞു എല്ലാവരുടെ ഭാഗത്ത് തെറ്റ്, തീർന്ന് കോംപ്രമൈസ് എന്ന് പറഞ്ഞ് തീർക്കുന്നു. നാളെ ഇനി പുതിയ കളികൾ, ഗോൾഡൻ കോയിൻ ആർക്ക് കിട്ടും കണ്ടറിയാം. 500 പോയിന്റ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ, അതോ എന്തെങ്കിലും പവർ ആയിരിക്കും. അപ്പോൾ പുതിയ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ.